ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ 2025 സെപ്റ്റംബർ 12 സീറോ മലബാർ സഭയിൽ ഒരു മഹാദിനം ആയിരുന്നു. വലിയൊരു ദിവസം. ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ വിളിച്ചു കൂട്ടിയ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സൂനോദോസ് കൈക്കൊണ്ട ഏറ്റവും മഹത്തായ തീരുമാനമായിരുന്നു പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച ആ സംഭവത്തിന് പരിഹാരമായിട്ട് 1 മണിക്കൂർ ആരാധന നടത്തുക. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച വിമത തെമ്മാടി വൈദികർക്കും അവരുടെ വാടക ഗുണ്ടകളായ മുന്നേറ്റക്കാർക്കും പാപമോചനം കിട്ടാനായി, അവരുടെ നരകശിക്ഷ ഒഴിവാക്കാനായി ഒരു പരിഹാരം നമ്മളെല്ലാവരും കൂടി ചെയ്യുക. 1 മണിക്കൂർ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുക. ഇതായിരുന്നു ഇത്തവണത്തെ പരിശുദ്ധ സൂനോദസിൻ്റെ ഏറ്റവും മഹത്തായ തീരുമാനം. എങ്ങനെയൊക്കെയാണ് കുർബാനയെ അവഹേളിച്ചിരിക്കുന്നത്? അത് ആ സൂനോദോസിൻ്റെ സർക്കുലറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പരിശുദ്ധ സൂനോദോസിൻ്റെ ആഹ്വാനമനുസരിച്ച് ഇന്നലെ പലയിടങ്ങളിലും ആരാധന നടന്നു. എന്നാൽ പലയിടത്തും സർക്കുലർ വായിക്കുകയോ ആരാധന നടത്തുകയോ ചെയ്തില്ല. അത്രയ്ക്ക് വിലയുണ്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനും ഈ പരിശുദ്ധ സൂനോദോസിനും അവരിറക്കുന്ന സർക്കുലറുകൾക്കും. പക്ഷെ അവർക്ക് അതിൽ അവലാതിയൊന്നുമില്ല. ഏതായാലും ഈ ആരാധനയിൽ സംബന്ധിക്കുകയോ ആരാധനയ്ക്ക് പോവുകയോ ചെയ്ത ചിലരെയൊക്കെ ഞാൻ വിളിച്ചു കോണ്ടാക്റ്റ് ചെയ്തു. അവരിൽ വൈദികരുണ്ട്, അൽമായരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, കരിസ്മാറ്റിക് ഗ്രൂപ്പിൽപ്പെട്ടവരുണ്ട്, ചെറുപ്പക്കാർ വൈദികരുണ്ട്, സീനിയർ വൈദികരുണ്ട്. അവരുടെ ഒരു പ്രതികരണം അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിവിടെ വ്യക്തമാക്കട്ടെ. അവർ പറഞ്ഞ ആ പ്രതികരണങ്ങൾ പറയുന്നതിന് മുൻപ് ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. വർഷങ്ങളായി വിദേശത്ത് പാർക്കുന്ന ഒരു സ്ത്രീ, കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുകയും കരിസ്മാറ്റിക് ദർശനങ്ങൾ ഉള്ളവളുമായ ഒരു സ്ത്രീ. അവർക്ക് എറണാകുളമൊന്നും ഒട്ടും പരിചയമില്ല. 1 വർഷങ്ങളായി വിദേശത്താണ്, 2 എറണാകുളം പ്രദേശത്തു നിന്നുള്ള ആളല്ല. അവർക്ക് ഏതാനും സംവത്സരങ്ങൾക്ക് മുമ്പ് ചില ദർശനങ്ങളുണ്ടായി. ചില വൈദികർ നരകത്തീയിൽ കിടന്ന് വല്ലാതെ സഹിക്കുന്നതാണ് അവർക്ക് ഉണ്ടായ ഒരു ദർശനം. ആദ്യമെല്ലാം അവർക്ക് ഭയങ്കര പേടി തോന്നി ഈ ദർശനം കണ്ടിട്ട്. പിന്നെ അതൊരു സ്വപ്നമാണോ എന്ന് കരുതി. എങ്കിലും അവർ അതെല്ലാം എഴുതി വെച്ചു. ഈ വൈദികർ നരകത്തിൽ കിടക്കാൻ കാരണം എന്തെന്നും എന്തിനാണ് തനിക്ക് ഇത് ദർശനത്തിൽ വെളിപ്പെടുത്തുന്നതെന്നും ആ സ്ത്രീ കർത്താവിനോട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവർക്ക് മറ്റൊരു ദർശനമുണ്ടായി. ഈ വൈദികർ ഒരു പള്ളിയാണ് ദർശനത്തെ പള്ളി കാണിക്കുന്നു. ആ പള്ളിക്കകത്ത് ഈ വൈദികർ വിജാതീയരെ പോലെ വിഗ്രഹാരാധന നടത്തുന്നു. അതുകൊണ്ടാണ് നരകത്തിൽ കിടക്കുന്നതായിട്ട് അവർക്ക് ദർശനം കിട്ടിയത്. ഞാൻ ചില വിശദാംശങ്ങൾ വിട്ടുകളയുന്നുണ്ട്. ഈ ദർശനമെല്ലാം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2022 ക്രിസ്മസിൻ്റെ തലേ ദിവസം ഈ 33 വൈദികർ ആഭിചാര കുർബാന ചൊല്ലുന്നത്. അപ്പോൾ ആ പള്ളിയും അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീക്ക് ദർശനവുമായിട്ടുള്ള ബന്ധം തിരിച്ചറിഞ്ഞത്. അവരങ്ങനെ അവരുടെ ദർശനങ്ങളൊക്കെ എഴുതി അത് ചില മെത്രാന്മാരെ കാണിച്ചു. അതിൽ ഒരു മെത്രാൻ അദ്ദേഹം അവരോട് പറഞ്ഞു, ഇത് മാണിപ്പറമ്പിലച്ചൻ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് ആ ദർശനം അയച്ചു തന്നു. എൻ്റെ കയ്യിലുണ്ട് ആ ദർശനങ്ങളുടെ നീണ്ട ഒരു ഡയറി കുറിപ്പ് പോലെയാണ് ഓരോ ദിവസത്തെയും ദർശനങ്ങൾ. ആ ദർശനങ്ങളുടെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കി വത്തിക്കാനെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പുകളൊക്കെ അംഗീകരിച്ചതുപോലെ ഈ ദർശനങ്ങളുടെ ഡയറി കുറിപ്പുകൾ വത്തിക്കാൻ അംഗീകരിക്കില്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ സ്ത്രീയും അവരുടെ അടുപ്പമുള്ള മറ്റ് കരിസ്മാറ്റിക് ആളുകളും ഒക്കെ അന്ന് മുതൽ
ഈ ദർശനം കിട്ടിയ നാൾ മുതൽ ഈ വൈദികരുടെ നരകശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള തപസ്സും പ്രായശ്ചിത്തവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കഴിയാണ്. ഇന്നലെ ആരാധനയിൽ അവർ ഈ നിയോഗം കൂടാതെ മറ്റൊരു നിയോഗം കൂടി വെച്ചു. അതായത് ഈ വൈദികർ ആഭിചാര കുർബാന ചൊല്ലി വൈദികർ നരകത്തിയിലാണ്. അവരെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയാണ്. അത് അവർക്ക് പിന്നീട് ബോധ്യമാകും. അവരുടെ നരകശിക്ഷ, അതായത് സഭയ്ക്ക് പുറത്തു പോയാൽ നരകശിക്ഷയാണ്. ആ നരകശിക്ഷ ഒഴിവാക്കാൻ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലത്തെയും യാതൊന്നും ചെയ്യാതെ ഒളിച്ചു കളിക്കുകയാണ്. അവരുടെ ഇവരുടെ നരകശിക്ഷ ഒഴിവാക്കാൻ ശ്രമിക്കാതെ ഒളിച്ചു കളിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനും വികാരി മെത്രാപ്പോലത്തേക്കും മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇന്നലെ അവരും അവരുടെ ഗ്രൂപ്പും ഒക്കെ ആരാധനയിൽ നിയോഗം വെച്ചത്. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംസാരിച്ച ചില ആളുകൾ അവരുടെയൊക്കെ ചിലവരുടെ നിയോഗങ്ങൾ ഞാനിവിടെ പങ്കുവെക്കണം എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ഈ ആരാധന നടത്തുകയും ആരാധന സംബന്ധിക്കുകയും ചെയ്ത ആളുകൾ എന്തായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്, അത് മറ്റുള്ളവർക്കും അറിയാനായിട്ട് താല്പര്യമുണ്ടാകും. നല്ലതാണ്. കാരണം ഈ നിയോഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ചില നിയോഗങ്ങൾ ഇനിയുള്ള പ്രാർത്ഥനകളിലും, നമ്മൾ ആരാധന അവസാനിപ്പിച്ചിട്ടില്ലല്ലോ, നമ്മൾ ഈ വൈദികർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ കുർബാന അവഹേളിച്ചതിന് പരിഹാരമായിട്ട് നമ്മൾ എത്രയോ നാളുകളായി നമ്മൾ തുടങ്ങി. ആരാധനയായിട്ടോ കരുണക്കൊന്തയായിട്ടോ കൊന്തയായിട്ടോ കുരിശൻ്റെ വഴിയായിട്ടോ എന്തെല്ലാം മെത്രാന്മാരെ ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് അറിഞ്ഞ നാളെ തൊട്ട് നമ്മൾ എത്രയോ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇനിയും ഇത് തുടരേണ്ടതുണ്ട്. കാരണം വാസ്തവത്തിൽ ഈ കുർബാന അവഹേളനങ്ങൾ തുടരാൻ ഔദ്യോഗിക മറ്റ് അംഗീകാരം കൊടുത്തതുപോലെയാണ് കാണുക. ഞാനത് അവസാനം പറയാം. അതുകൊണ്ട് നമ്മൾ ഈ പരിഹാരക്രിയകൾ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്ത കുറ്റമാണെങ്കിലും നമ്മൾ പരിഹാരം ചെയ്യുന്നു. അവരോടുള്ള സ്നേഹത്തെ പ്രതിയാണത്. അപ്പോൾ ആ പരിഹാരക്രിയ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ചിലരുടെ നിയോഗങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ നമുക്കും ഉപകരിക്കും. നമ്മുടെ ആരാധനയിലും ഈ കുരിശൻ്റെ വഴിയിലും അതുപോലെ കരുണക്കൊന്തയിലും ജപമാലയിലും ഒക്കെ നമുക്ക് ചില നിയോഗങ്ങൾ വെക്കൽ ഉപകരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. ചിലരുടെ നിയോഗം ഇതായിരുന്നു: ഈ കൂദാശ വിലക്കുള്ള മണവാളനച്ഛൻ്റെ അടുക്കൽ പോയി കുമ്പസാരിച്ചവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഞങ്ങൾ ആരാധന പങ്കെടുത്തത്. മണവാളനച്ഛന് വേണ്ടിയല്ല അവർ പ്രാർത്ഥിച്ചത്. മണവാളനച്ഛന് കൂദാശ വിലക്കുള്ള കാര്യം അറിയാമായിരുന്നു. അദ്ദേഹത്തിന് കുമ്പസാരിപ്പിന് അനുവാദമില്ലെന്ന് അറിയാമായിരുന്നു. കല്യാണം കെട്ടിക്കാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നു. കുർബാന ചൊല്ലാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും ഈ മണവാളനച്ഛൻ്റെ അടുത്ത്, അതായത് കുമ്പസാരം കേൾക്കാൻ അനുവാദമില്ലാത്ത അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പേര് കുമ്പസാരിച്ചു. കുമ്പസാരിപ്പിക്കാൻ അനുവാദമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് ഒരു പാപം കൂടി ചെയ്തു. ആ മഹാപാപത്തിന് പരിഹാരമായിട്ടാണ് ഇന്നലെ ഈ ചിലർ ആരാധനയിൽ നിയോഗം വെച്ചത്. വേറെ ചില ആളുകൾ പറഞ്ഞു, ഈ മണവാളച്ചനെ പോലെ ബാക്കി 10-14 അച്ഛന്മാരുണ്ട്, പ്രത്യേകിച്ചും പാലാരിവട്ടം, തൃപ്പൂണിത്തറ, മാതാനഗര പള്ളികൾ വികാരിമാരായിരുന്നവർ കൂദാശ വിലക്കുള്ളവരാണ്. അവർക്ക് കൂദാശ വിലക്കുള്ള കാര്യം സഭ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും അപ്പോൾ അവർക്ക് കുർബാന ചൊല്ലാനോ ഏതെങ്കിലും കൂദാശ പരികർമ്മം ചെയ്യാനോ കല്യാണം കെട്ടിക്കാനോ ഒന്നിനും അവർക്ക് അവകാശമില്ല, അധികാരമില്ല. എന്നിട്ടും അവർ പരികർമ്മം ചെയ്യുന്ന കൂദാശകളിൽ അത് കൂദാശകൾ വാസ്തവമല്ലെന്ന് അറിഞ്ഞിട്ടും അവരുടെ കൂദാശയിൽ പങ്കെടുത്തവർ അവർ ഈ കൂദാശ വിലക്കുള്ളവരെ പോലെ തന്നെ, കൂദാശ വിലക്കുള്ളത് ചാവുദോഷത്തിലാണ്, അവരുടെ പാപത്തിലാണ് പങ്കുപറ്റിയത്. കൂദാശ വിലക്കുള്ള വൈദികർ ചാവുദോഷത്തിലാണ്. അവർ കൂദാശ വിലക്കുള്ളവർ കൂദാശ വിലക്ക് ലംഘിച്ചിട്ട് ഈ കൂദാശയിൽ പരികർമ്മം ചെയ്യുമ്പോൾ, എന്നിട്ട് അവരുടെ ആ ചാവുദോഷത്തിൽ കൂട്ടാളികളാകാൻ കുറച്ച് പേര് ചെന്നു. അവരുടെ മഹാപാപത്തിന് പരിഹാരമായിട്ടാണ് ഞങ്ങൾ ആരാധനയിൽ സംബന്ധിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല. ഈ ചാവുദോഷത്തിലുള്ള വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. ആ ചാവുദോഷത്തിലാണ് അവർ ജീവിക്കുന്ന അറിഞ്ഞിട്ടും അതിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഓരോരുത്തരും നിയോഗങ്ങൾ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ന കാര്യം ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാൻ പോയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാം എന്തുകൊണ്ടാണ് അവർ ഈ കൂദാശ വിലക്കുള്ള വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയിരിക്കും. മറ്റൊരു കൂട്ടർ പറഞ്ഞത്, വൃത്തികെട്ട ചില പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഉദയംപേർ പള്ളി പൂട്ടിച്ച വികാരി മെത്രാപ്പോലിത്തയും അദ്ദേഹത്തിൻ്റെ പുതിയ കൂരിയായും നരകത്തിയിൽ കിടക്കാതിരിക്കാൻ അവർക്കൊരു സുബോധം വരണമേ എന്ന നിയോഗമാണ് ഞങ്ങൾ വെച്ചത്. ഈ മതബഹയിൽക്കാരി സ്ത്രീകൾക്ക് വേണ്ടിയല്ല, അവിടെ ആഭാസം നടത്തിയ പുരുഷന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച്
അതിന് പ്രേരണ നൽകി പുറകിൽ നിന്ന് പ്രവർത്തിച്ച വികാരി മെത്രാപ്പോലിത്തായും അതുപോലെ പുതിയ കൂരിയായും അവർ നരകത്തിയിൽ നിത്യശിക്ഷ അനുഭവിക്കാതിരിക്കാൻ അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതാണ് ആരാധന നിയോഗം. ചില ഭക്തസ്ത്രീകൾ നിയോഗം വെച്ചത് വന്യവയോധികനായ തോട്ടുപുറം അച്ഛനെ ബലിപീഠത്ത് ഉന്തിത്തള്ളി ചവിട്ടിക്കൂട്ടിയ ആളുകളുടെ കുടുംബാംഗങ്ങൾ, ആ കുടുംബാംഗങ്ങൾക്ക് 1000 തലമുറ കർത്താവെ അവർ ശിക്ഷിക്കരുതേ, കർത്താവെ 1000 തലമുറ വരെ ആ വൈദ്യനെ ഉന്തിത്തള്ളി മാറ്റിയ ആ മനുഷ്യരുടെ കുടുംബാംഗങ്ങളെ 1000 തലമുറ വരെ ശിക്ഷിക്കരുതേ എന്നൊരു നിയോഗം വെച്ചാണ് ചില ഭക്ത സ്ത്രീകൾ ആരാധനയിൽ പങ്കെടുത്തത്. ചില ചെറുപ്പക്കാർ പറഞ്ഞത് മരുത്തോർ വട്ടത്ത് ഏകീകൃത കുർബാന നടന്നിരുന്ന സഭയുടെ കുർബാന നടന്നിരുന്ന മരുത്തോർ വട്ടം പള്ളിയിൽ പ്രശ്നമുണ്ടാക്കിയ കൂരിയായ വൈദികർ ഒരു മഹാപാപമാണ് ചെയ്തത്. പിന്നെ ശീഷ്മയിലാണ് അവർ, കാരണം മാർപ്പാപ്പയ്ക്ക് വിരുദ്ധമായിട്ടാണ്. അവരോട് പകരം ചെയ്യണമേ എന്നാണ്, പ്രതികാരം ചെയ്യണമെന്നാണ് ആരാധനയിൽ വെച്ചത്. ചില ചെറുപ്പക്കാർ ഈ പുതിയ കൂരിയായ വൈദികർ മഹാപാപം ചെയ്തു, ശീഷ്മയെ ചെയ്തു. കാരണം മരുത്തോർവട്ടത്ത് സഭയുടെ കുർബാന നടന്നുകൊണ്ടിരുന്നേ, അവിടെ പ്രശ്നമുണ്ടാക്കി സഭയുടെ കുർബാന നിർത്തിച്ച, ഏകീകൃത കുർബാന നിർത്തിച്ച പുതിയ കൂരിയായയുടെ അവരോട് പ്രതികാരം ചെയ്യണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രതികാരമൊക്കെ ശരിയാണോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രതികാരം എൻ്റേതാണ്, ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ പാടില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. കർത്താവിന് പ്രതികാരം ചെയ്യാം, ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ പോയിട്ടില്ല. കർത്താവിൻ്റെതാണ് പ്രതികാരമെന്ന് കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ആ വചനം അനുസരിച്ച് നീ ഈ പുതിയ കൂരിയായ വൈദികരുടെ പ്രതികാരം ചെയ്യണമേ എന്നാണ് ഞങ്ങൾ ആരാധനയിൽ പ്രാർത്ഥിച്ചെന്നാണ് ഈ ചെറുപ്പക്കാരിൽ ചിലർ പറഞ്ഞത്. ഞാൻ ഇന്നലെ ചില കൂട്ടത്തിൽ ചില വൈദികരെ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. വൈദികരോട് ചോദിച്ചപ്പോഴും ഞാൻ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ആരാധനയുടെ കാര്യം മാത്രമല്ല, വൈദികരോട് സംസാരിച്ചു, മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു വിലയിരുത്തൽ പറയാമോ, ചെറിയ തോതിൽ ഒരു വിലയിരുത്തൽ നമ്മുടെ സഭയെക്കുറിച്ച്. 90% വൈദികർ, ഞാൻ കോണ്ടാക്ട് ചെയ്തതിൽ 90% വൈദികരും പറഞ്ഞത് സീറോ മലബാർ സഭയുടെ നേതൃത്വം ശീഷ്മയിലാണെന്നാണ്. ശീഷ്മയിൽ അതിൽ എമിരിറ്റസായ വൈദികരുണ്ട്, സീനിയർ വൈദികരുണ്ട്, ചെറുപ്പക്കാർ വൈദികരുണ്ട്, എന്നെക്കാളൊക്കെ ജൂനിയർ ആയിട്ടുള്ളവരുണ്ട്, അതിനേക്കാളും ജൂനിയർ ആയിട്ടുള്ളവരുണ്ട്. കുറച്ച് പേര് എറണാകുളത്തിന് അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഒരു 10%. അപ്പം ഞാൻ അതിൽ ഒരാളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് എറണാകുളത്തെ സപ്പോർട്ട് ചെയ്യണേ? എനിക്ക് ചരിത്രം ദൈവശാസ്ത്രമൊന്നും അറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ജനിച്ച അന്ന് മുതൽ ജനാഭിമുഖ കുർബാനയാണ്. അപ്പം എനിക്ക് എത്ര വയസ്സായി? എനിക്ക് 40 വയസ്സായി. അപ്പം ഞാൻ ചോദിച്ചു, 40 വയസ്സിന് മുമ്പാണോ കത്തോലിക്ക സഭ ഉണ്ടായത്? ഈ ചരിത്രം ദൈവശാസ്ത്രമൊക്കെ അറിയണ്ടേ? ഞാൻ ജനിച്ച അന്ന് മുതൽ ജനാഭിമുഖ കുർബാനയാണ്, അതുകൊണ്ട് അതാണ് ശരി. അതിനുവേണ്ടി എറണാകുളം നിൽക്കുന്നതുകൊണ്ട് ഞാൻ എറണാകുളത്ത് സപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും വിവരമേ ഉള്ളൂ. അതൊരു വൈദികനാണെന്ന് ഓർക്കണേ, ഒരു വൈദികനാണ്. അപ്പം അത്രയും വിവരമേ ഉള്ളൂ ഈ എറണാകുളത്തെ സപ്പോർട്ട് ചെയ്യുന്ന വൈദികർക്ക്. സകല ചരിത്രരേഖകളും ദൈവശാസ്ത്രവും അവർക്ക് എതിരാണ്. പക്ഷേ അവരത് സമ്മതിക്കില്ല. കാരണം എന്താ? അവരിതൊന്നും പഠിക്കാൻ താല്പര്യമില്ല. പഠിച്ചാൽ സത്യം അവരെ ബോധമുള്ളവരാക്കും, സത്യം അവരെ സ്വതന്ത്രരാക്കും. അവരാഗ്രഹിക്കുന്നില്ല. ഞാനപ്പോൾ ഈ വൈദികരോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ സീറോ മലബാർ സഭയുടെ നേതൃത്വം ശീഷ്മയിലാണ് എന്ന് നിങ്ങളിങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ കുർബാന അവഹേളനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിൻ്റെ കാലത്ത് മാത്രമുള്ളതല്ലല്ലോ, അതിനു മുമ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരിൽ ഒരു വൈദികൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇപ്പോഴത്തെ സഭാ നേതൃത്വം ചെയ്തിരിക്കുന്നത്, മുമ്പത്തെ സഭാ നേതൃത്വവും ഇപ്പോഴത്തെ സഭാ നേതൃത്വം തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. ആ അന്തരം ഇതാണ്: ഇപ്പോഴത്തെ സഭാ നേതൃത്വം കുർബാനയെ അവഹേളിക്കുന്നത് തുടർന്നും നടത്താൻ രേഖാമൂലം അനുവാദം കൊടുത്തിരിക്കുക. ഒരു വൈദികൻ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ സഭാ നേതൃത്വം, അതായത് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും കുർബാനയെ അവഹേളിക്കുന്നത്, എല്ലാ ദിവസവും കുർബാനയെ അവഹേളിക്കാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ് രേഖാമൂലം. എന്താച്ചോ അങ്ങനെ പറയുന്നേ? എമിരിറ്റസായ അച്ഛനാണ്. ഞാൻ അച്ഛനോട് ചോദിച്ചാൽ എന്താണ് അച്ഛൻ അങ്ങനെ പറയുന്നേ? അച്ഛൻ പറഞ്ഞു, എന്താണ് ഈ സമവായ മാർഗരേഖ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സർക്കുലർ ഇറങ്ങിയിട്ടില്ലേ? എന്താണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? വികാരിയച്ചന്മാർക്ക് സൗകര്യമുണ്ടെങ്കിൽ
സൗകര്യമുള്ള നേരത്ത് മിക്കവാറും ഉച്ച കഴിഞ്ഞ് ഒരു കുർബാന, സഭ അംഗീകരിച്ച കുർബാന തോന്നിയ പോലെ ചൊല്ലാമെന്ന് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലത്തെയും എഴുതി കൊടുത്തിരിക്കുന്നു. വികാരിച്ചവർക്ക് സൗകര്യമുണ്ടെങ്കിൽ സൗകര്യമുള്ള സമയത്ത്, അത് മിക്കപ്പോഴും ഉച്ച കഴിഞ്ഞ് ആൾക്കാർ ഉറങ്ങുന്ന സമയത്ത് സഭ അംഗീകരിച്ച ഒരു കുർബാന അത് തോന്നിയ പോലെ ചൊല്ലാം, ബാമിയിട്ടോ ഇടാതെയോ ഒക്കെ തോന്നിയ പോലെ ചൊല്ലാമെന്ന് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലത്തെയും രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുന്നു. കുർബാന ഇതുപോലെ അവഹേളിക്കാൻ, മറ്റതൊക്കെ ഒരു ദിവസം ഉണ്ടായ സംഗതിയാണെങ്കിൽ 2 ദിവസം ഉണ്ടായതാണ്. ആഭിചാര കുർബാനയാണെങ്കിലും, തോട്ടുപുറച്ചനെ ഉന്തിത്തള്ളി കൊണ്ടുപോയതാണെങ്കിലും, മരുത്തോർവട്ടം പള്ളിയിലാണെങ്കിലും, പിന്നെ ഉദയംപേര് പള്ളിയിലൊക്കെ ആണെങ്കിലും അത് ഒരു ദിവസം ഏതാനും മണിക്കൂറുകളാണ്. ഇത് കുർബാനയെ അവഹേളിക്കാൻ, ഈ ഉച്ചയുറക്ക കുർബാന എന്ന് പറഞ്ഞ പോലത്തെ കുർബാനയെ അവഹേളിക്കാൻ രേഖാമൂലം, എല്ലാ ദിവസവും അവഹേളിക്കാൻ രേഖാമൂലം സഭയുടെ തലവനും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലത്തെയും എഴുതി കൊടുത്തിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ ഒരു ദൈവനിന്ദ വേറെയുണ്ടോ? ഇതിനേക്കാൾ വലിയ ദൈവനിന്ദ വേറെയുണ്ടോ? നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത്യുച്ചയും പരകോടിയും ഉറവിടവും പരിശുദ്ധ കുർബാനയെന്ന് പറയുകയും, കുർബാനയില്ലെങ്കിൽ കത്തോലിക്ക സഭ ഇല്ലെന്ന് പറയുകയും, ആ കുർബാന വൈദികരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് തോന്നിയാസം പോലെ ചൊല്ലാനായിട്ട് രേഖാമൂലം ഒരു സഭയുടെ തലവൻ, അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലത്തെ 2 പേരും കൂടി ചേർന്ന് എഴുതി കൊടുത്താൽ അതിനേക്കാൾ വലിയ ദൈവനിന്ദയുണ്ടോ? ഇതിനേക്കാൾ വലിയ കുർബാനയുടെ അവഹേളനമുണ്ടോ? ആ എമരിറ്റസ് വൈദികൻ പറഞ്ഞത് വളരെ ശരിയല്ലേ? എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി ചോദിച്ചു. ഇങ്ങനെ തെമ്മാടികളായ വൈദികരുടെ തോന്നിയാസം അനുവദിച്ചു കൊടുക്കുന്ന ആ സമവായ മാർഗരേഖ പിൻവലിക്കാതെ, ആ തെറ്റ് തിരുത്താതെ ഒരു ആരാധന തിരുമണിക്കൂർ നടത്താൻ പറയാൻ മേജർ ആർച്ച് ബിഷപ്പിന് എങ്ങനെ നാവ് പൊങ്ങി? വികാരി മെത്രാപ്പോലത്തേക്ക് എങ്ങനെ നാവ് പൊങ്ങി? എങ്ങനെയാണ് മെത്രാൻ സിനഡിന് അതിന് സമ്മതം മൂളാൻ കഴിഞ്ഞത്? അപ്പോൾ അത് തന്നെ ഒരു അവഹേളനമല്ലേ? സീറോ മലബാർ സഭയുടെ നേതൃത്വം തന്നെ ശീഷ്മയിലും കുർബാനയുടെ അവഹേളനത്തിലും തുടർന്ന് ജീവിക്കുകയാണ്. ഈ തിരുമണിക്കൂറിലൂടെ കർത്താവിനെ വീണ്ടും അവഹേളിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ അൽമായർ പറഞ്ഞുകൊണ്ട് ഒരു വചനം കൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കുക. അച്ചോ, സഭ ഇല്ലിസെറ്റ് എന്ന് പറഞ്ഞ കുർബാനയിൽ ആശീർവദിച്ച കുർബാനയാണ് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പിൽ ചെന്നിരിക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല. സഭ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച നിയമാനുസൃതമല്ല, അതായത് അതിൻ്റെ ഉള്ളടക്കവും രൂപവും ശരിയാകണം. കുർബാന ശരിയാകണമെങ്കിൽ രൂപം ശരിയല്ല. സഭ പറഞ്ഞതുപോലെയല്ല കുർബാന അർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അർപ്പിക്കപ്പെട്ട കുർബാനയിലെ ഓസ്തിയാണ് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പിൽ കുർബാന അവഹേളിച്ച് വെച്ചിരിക്കുന്ന ആ കുർബാനയുടെ മുമ്പിൽ ചെന്നിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ലെന്നാണ് ഇതിനല്ലേ ഈ അച്ഛനും പറഞ്ഞത്. ഈ തിരുമണിക്കൂറിലൂടെ കർത്താവിന് വീണ്ടും അവഹേളിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലത്തെയും അതിന് സമ്മതം മൂളിയ സകല മെത്രാന്മാരും. ആ സമവായ മാർഗരേഖയിലെ ചില ഘടകങ്ങൾ തിരുത്തണമെന്ന് എന്തുകൊണ്ട് മെത്രാൻ സിനഡ് ചോദിച്ചില്ലെന്നാണ് ഈ എമരിറ്റസ് അച്ഛൻ ചോദിച്ചത്. ആ സമവായ മാർഗരേഖ പറഞ്ഞതുപോലെ പോലും നടന്നിട്ടില്ല. അപ്പോൾ ഇതെന്തുകൊണ്ട് സിനഡ് ചോദ്യം ചെയ്തില്ല? ആ സമവായ മാർഗരേഖയിൽ ഒരു തിരുത്ത് വേണമെന്ന് എന്തുകൊണ്ട് സർക്കുലറിൽ എഴുതിയില്ല? സിനഡാനന്തര സർക്കുലറിൽ. ഇതാണ് ആ എമരിറ്റസ് അച്ഛൻ ചോദിച്ചത്. സങ്കടത്തോടെയാണ് അച്ഛൻ ചോദിച്ചത്. ചിലപ്പോൾ അദ്ദേഹം രോഷം കൊള്ളുകയും ചെയ്തു. എല്ലാത്തിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കണം, ഇല്ലേ? നിനക്ക് ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവിനെ എല്ലാത്തിലും ഉപരി സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് വൈദികർ തോന്നിയാസം പോലെ കുർബാന അർപ്പിക്കുമ്പോൾ 1-ാം പ്രമാണത്തിനെതിരായ പാപമല്ലേ? 1-ാം പ്രമാണത്തിനെതിരായ പാപമല്ലേ? അതല്ലേ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലത്തെയും എഴുതി കൊടുത്തിരിക്കുന്നത്? ഈ വൈദികൻ, സീനിയർ വൈദികൻ എന്നോട് ഒരു കാര്യം കൂടി ചോദിച്ചു. അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അച്ഛൻ പറഞ്ഞതാണ്. അച്ഛൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കുക. ഈ സമവായ മാർഗരേഖ രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഇപ്പോഴും മാർപ്പാപ്പി അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഈ മുന്നേറ്റക്കാരും വിമത വൈദികരുമായി ചർച്ച നടത്തിയിട്ട്, ആരാണ് ചർച്ച നടത്തിയത്? മാർപ്പാപ്പി അനുസരിക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലീത്ത. ആ വികാരി മെത്രാപ്പോലീത്തയാകട്ടെ പല കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് സഭാകോടതി കണ്ടെത്തിയ ആളും. അപ്പൊ ഈ സമവായ മാർഗരേഖ തന്നെ അധാർമികമല്ലേ? ഈസ് ഇറ്റ് നോട്ട് ഇമ്മോറൽ? അദ്ദേഹം ചോദിച്ചതാ.
അത് അധാർമികമല്ലേ? ഈ സമവായ മാർഗരേഖ തന്നെ അന്യായമല്ലേ? ഈസ് ദിസ് നോട്ട് ദിസ് കോംപ്രമൈസ് ഫോർമുല ആൻ ഇൻജസ്റ്റിസ്? ഇനി ഈ സമവായ മാർഗരേഖ നിയമാനുസൃതമാണെന്ന് കരുതുക വാദത്തിന് വേണ്ടി. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മുന്നേറ്റക്കാരും വിമതരുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരിക്കുന്നുവെന്നാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പകുതിയോളം പള്ളികളിൽ ഈ തീരുമാനം നടപ്പാക്കാത്തത്? ഈ തീരുമാനമനുസരിച്ച് ഏകീകൃത കുർബാന ചൊല്ലാത്തത്? അപ്പൊ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് വീണ്ടും കുർബാനയെ കർത്താവിനെ അവഹേളിക്കുകയല്ലേ? ഇനിയും ഈ അവഹേളനം തുടരണമെന്നല്ലേ മെത്രാൻ സിനഡ് ആഗ്രഹിക്കുന്നത്? ഈ പരിശുദ്ധ സൂനോദോസ് മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി മെത്രാപ്പോലിത്തയെയും എറണാകുളത്തിന്റെ കാര്യം തുടർന്ന് മേൽപ്പിച്ചപ്പോൾ ഈ പറഞ്ഞ അവഹേളനം, അതായത് കുർബാനയെ അവഹേളിക്കുന്ന സംഗതി, ഉച്ച കഴിഞ്ഞാൽ കുർബാന ചൊല്ലിക്കൊണ്ട് കുർബാന അവഹേളിക്കുന്ന സംഗതി തുടർന്ന് പോകട്ടെ എന്ന് മെത്രാൻ സിനഡ് അംഗീകാരം കൊടുത്തതുപോലെയല്ലേ? ഇതിൽ കൂടുതൽ മെത്രാൻ സിനഡ് ശീഷ്മയിലാണ് എന്ന് പറയാൻ എന്ത് തെളിവാണ് വേണ്ടത്? സഭാ നേതൃത്വം ശീഷ്മയിലാണെന്ന് പറയാൻ വേറെ എന്ത് തെളിവാണ് വേണ്ടത്? എന്നിട്ട് ഈ എമരിറ്റസ് വൈദികൻ എന്നോട് പറഞ്ഞതാണ്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള കുറച്ച് അച്ഛന്മാരും ആരാധനയുടെ നിയോഗമായി പറയുന്നത്, ഇന്നലെ മാത്രമല്ല ഞങ്ങൾ പള്ളിയിൽ ചെല്ലും പറയുന്നത് ഈ മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി മെത്രാപ്പോലിത്തയെയും ഈ സഭയിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാണ്. ഈ എമരിറ്റസ് വൈദികൻ പറഞ്ഞതാണ്. ഇന്ന് മാത്രമല്ല, ഇന്നത്തെ ആരാധന മാത്രമല്ല, ഇന്നലെയും മാത്രമല്ല, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പള്ളി ചെന്ന് പറയുന്നത് ഈ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ സഭയിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അത്രമാത്രം വിഷമിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അവർ ദോഷമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതല്ലല്ലോ കാര്യം. സഭയെ ഇങ്ങനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന, സഭാ നേതൃത്വത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ ഒരു സഭയിൽ ഉണ്ടാകില്ല. നമ്മുടെ സഭയിൽ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഇത് മാറ്റിത്തരണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മാർപ്പാപ്പ അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏകീകൃത കുർബാന ഇനിയും അർപ്പിക്കാതെ പാപ്പാവിരുദ്ധരായി തുടരുന്ന ശീഷ്മക്കാരുടെ പാപങ്ങൾക്കുള്ള പരിഹാരം ഇന്നലെ 1 മണിക്കൂർ കൊണ്ട് തീർന്നു ഇല്ലേ? ഇനി അങ്ങോട്ട് പുതിയ പുതിയ പാപങ്ങൾ ചെയ്യാം. 3 സംവത്സരങ്ങൾ കഴിയുമ്പോൾ പിന്നെയും 1 മണിക്കൂർ ആരാധന അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപിക്കുമായിരിക്കും. 3 കൊല്ലത്തെ കുർബാന അവഹേളനം ഇല്ലേ, അതിന് പരിഹാരമായിട്ട് 1 മണിക്കൂർ ആരാധന പ്രഖ്യാപിക്കുമായിരിക്കും. അതുവരെ കുർബാനയെ നിന്ദിക്കാനുള്ള ലൈസൻസ് ഇപ്പോഴത്തെ സഭാ നേതൃത്വം കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു ദുരന്തത്തിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ. കർത്താവ് കനിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.